തിരുവല്ലോമല പാമ്പാടി ഐവർമഠം മഹാശ്മശാനത്തിൽ ലോകവിസ്മയമായ കളിയാട്ടം ഡിസംബർ 25 അരങ്ങേറുന്നു. ചുടലയ്ക്കുള്ളിൽ ചുടലഭദ്രകാളിയാടുന്ന ലോകത്തെ ഏകസ്ഥാനമായ ഇവിടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചുടലഭദ്രകാളി, പൊട്ടൻ തെയ്യം എന്നിവ പൈതൃക ശ്മശാന ഭൂമിയിൽ കെട്ടിയാടും. ഐവർ മഠത്തിലെ ഈ അത്യപൂർവ അനുഷ്ഠാനം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. എളനാട് ഹോമിയോ ആശുപത്രിയിൽ ആഴ്ചകളായി ഡോക്ടർ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള സേവനം അപര്യാപ്തമാണെന്നും സ്ഥിരം ഡോക്ടറെ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. എളനാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് രോഗികളും പൊതുജനങ്ങളും കടുത്ത ദുരിതത്തിൽ. ആഴ്ചകളായി തുടരുന്ന ഈ പ്രതിസന്ധി മൂലം വിദഗ്ധ ചികിത്സയും മരുന്നും തേടിയെത്തുന്ന നൂറുകണക്കിന് ആളുകളാണ് നിരാശരായി മടങ്ങുന്നത്. നിലവിൽ തിരുവല്ലോമലയിലെ ഹോമിയോ ഡോക്ടർക്ക് എളനാട് ആശുപത്രിയുടെ അധിക ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത്. ഇത് നിത്യേന മരുന്നും ഡോക്ടറുടെ നിർദ്ദേശവും ആവശ്യമുള്ള രോഗികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ഥിരമായൊരു ഡോക്ടറുടെ അഭാവം ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ഈ ദുരവസ്ഥ വലിയ സാമ്പത്തിക നഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളുടെ നിലപാടിനെതിരെ പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. എളനാട് ഹോമിയോ ആശുപത്രിയിൽ എത്രയും വേഗം സ്ഥിരമായൊരു ഡോക്ടറെ നിയമിക്കണമെന്നും ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് CCV.